സൈന്യത്തിന്റെ ഒരു സംഘം 40 അംഗ സംഘം ഇവിടെ എത്തും. അവർ പുറപ്പെട്ടിരിക്കുന്നു. 10:30 എത്തുമെന്നാണ് കാർവാർ MLA അറിയിച്ചതെങ്കിലും അവർ അതിനു മുമ്പ് തന്നെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനത്തിലേക്കായിരിക്കും ഇവിടെ വേദിയാവുക. എന്തായാലും മാധ്യമങ്ങൾക്ക് ഈ പ്രദേശത്തേക്ക് ഇന്ന് അനുമതി നൽകിയിരിക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പുഴയാണ്. പുഴയുടെ അരികിലായി ഇന്നലെ വലിയ തോതിലുള്ള മൺതിട്ടുകൾ രൂപപ്പെട്ടിരുന്നു. അതൊക്കെ നീക്കം ചെയ്തിരിക്കുന്നു. ഈ റോഡും അതുപോലെ തന്നെ ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു. ഈ ലോറി ഇത്തരത്തിൽ അർജുനുമായുള്ള ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞാൽ അതിന് സമീപത്തായി മറ്റ് വാഹനങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് തന്നെയാണ് അധികൃതർ കരുതുന്നതും. അതുകൊണ്ട് ആ വാഹനങ്ങളെല്ലാം എല്ലാ ജീവനും ഇത്തരത്തിൽ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ശ്വാസം എടുപ്പോടെ ഉണ്ടെങ്കിൽ അവരെല്ലാം രക്ഷപ്പെടുത്തുക എന്ന് തന്നെയാണ് ദൌത്യം, ഈ രക്ഷാപ്രവർത്തകരുടെ ദൌത്യം. ഏതായാലും രഞ്ജിത്ത് ഇന്ന് രാവിലെ ഈ പ്രവർത്തികൾക്കായി മുന്നിട്ടിറങ്ങിയതോടുകൂടിയാണ് ഇതിന് ആക്കം കൂടിയത്. രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അല്പസമയം മുമ്പ് രഞ്ജിത്തും സൂചിപ്പിച്ചത് തന്നെയാണ്. ഏതായാലും കൃത്യം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അർജുൻ യാത്ര ചെയ്ത ലോറി ഉള്ള ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. ആ സ്ഥലത്തുകൂടി തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നതും. മണ്ണ് ഏതായാലും കാലാവസ്ഥ വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയോ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല. മഴ മാറിയ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ മഴ മാറിയ സാഹചര്യം കൂടി ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് അത്തരത്തിൽ വലിയ ഏകോപനം നടത്താൻ കഴിയുന്ന ഒരു സാധ്യതയാണ്. ഇത് അത്തരത്തിൽ ഏകോപന കുറവ് നേരത്തെ ഉണ്ടായി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ ദൃശ്യം. ഇത്തരത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഈ അർജുനെ നമുക്ക് രക്ഷപ്പെടുത്താൻ നമുക്ക് ആശ്വാസ വാർത്ത നമുക്ക് നൽകാൻ കഴിയുമായിരുന്നു. എന്തായാലും ഇനിയും പ്രതീക്ഷ ഞാൻ വളരെ പെട്ടെന്ന്, അതായത് ബൈജു, ഈ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായി എന്നത് തുറന്നു സമ്മതിക്കുകയാണ് കാർവാർ MLA കൂടിയായ സതീഷ് കൃഷ്ണ സെയിൽ. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. All these thing efforts and particularly our NIT people have given some identification with the radar and till that radar we have reached, but not yet we have found anything. Now we are not finding anything, but definitely we will go another 5 meter depth now. Okay. And if you want to be there with us, please you come. No, yes, we want to be there. Yeah, you have to come. When the army people come to here? Army people already they have intimated by 10:30 to 11 they are exporting. From Belgaum. From Belgaum. So 40-member unit. Yeah. So Navy unit is also. Navy already it is there in the site and with the diving people, with NDRF and SDRF. But Arjun's family is very much disappointed that the district coordination is not sufficient. That is true. I also do agree with these points. But they are making the efforts. But it is not ethically planned. What we call not systematic and planned. ഇതാണ്, അതായത് MLA തന്നെ സമ്മതിക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന്. അതായത് കുടുംബത്തിന്റെ ആരോപണത്തെ ശരിവെക്കുകയാണ് ഇപ്പോൾ MLA ചെയ്യുന്നത്.